നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന പാഠം എന്ന് പറയുന്നത് 7ാം ക്ലാസ്സിലെ സെക്കൻഡ് യൂണിറ്റ് ആണ്. ഇതിനു മുമ്പ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് യൂണിറ്റിലെ 3 ചാപ്റ്റേഴ്സും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കയറി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള ഇമാജിനേഷൻ എന്ന് പറയുന്ന യൂണിറ്റ് നോക്കാം. ഇമാജിനേഷൻ എന്താണ്? ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ സങ്കല്പം അല്ലേ? അപ്പം നമ്മുടെ ഇമാജിനേഷൻ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഓരോ ചാപ്റ്റേഴ്സാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു കോട്ട് തന്നിട്ടുണ്ട്. ദ ട്രൂ സൈൻ ഓഫ് ഇൻ്റലിജൻസ് ഈസ് നോട്ട് നോളജ് ബട്ട് ഇമാജിനേഷൻ. എന്താണ്? ബുദ്ധിയുടെ യഥാർത്ഥ അടയാളം എന്ന് പറയുന്നത് അറിവല്ല, പിന്നെന്താണ്? സാങ്കല്പികം ആണ്, അല്ലെങ്കിൽ സങ്കല്പമാണ് ബുദ്ധിയുടെ യഥാർത്ഥത്തിലുള്ള സൈൻ എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നത്. ഇനി അവിടെ ഒരു ദ ഡോർവേ എന്ന് പറഞ്ഞൊരു 6 പിക്ചേഴ്സും അതിനോടനുബന്ധിച്ച് 6 ക്യാപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്കത് നോക്കാം. ലുക്ക് അറ്റ് ദ ഫോളോയിങ് പിക്ചേഴ്സ് ആൻഡ് റീഡ് ദ ക്യാപ്ഷൻസ് ബിലോ. ഐ ലവ് മൈ ഡോൾ വെരി മച്ച്. എനിക്ക് എൻ്റെ പാവയെ വളരെ ഇഷ്ടമാണ്. ഡോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പാവ. ഐ ഗീവ് മൈ ഡോൾ എ ബാത്ത് എവറി ഡേ. ഞാൻ എൻ്റെ പാവയെ എന്നും എന്ത് ചെയ്യും? കുളിപ്പിക്കും. നമ്മൾ കുഞ്ഞു കുട്ടികളുടെ കാര്യമാണ് പറയുന്നത് അല്ലേ? കുഞ്ഞു കുട്ടികൾ എന്താണ് ആ പാവയ്ക്ക് ഫുഡ് കൊടുക്കുകയും പാവയെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. അടുത്ത 3ാമത്തത് ഐ ഫീഡ് മൈ ഡോൾ റെഗുലർലി. ഫീഡ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കും. ഞാൻ എൻ്റെ പാവയ്ക്ക് സ്ഥിരമായി ഭക്ഷണം കൊടുക്കും. പിന്നെ അടുത്ത് എന്തുവാ? ഐ റീഡ് മൈ ഡോൾ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ്. ഞാൻ എൻ്റെ പാവയ്ക്ക് വേണ്ടി കഥകൾ വായിച്ചു കൊടുക്കും. അടുത്തത് ഐ പ്ലേ വിത്ത് മൈ ഡോൾ ഇൻ ദ ഈവനിങ്. ഞാൻ വൈകുന്നേരം എൻ്റെ പാവയോടൊപ്പം കളിക്കും. ഐ ലൽ മൈ ഡോൾ ടു സ്ലീപ്പ് അറ്റ് നൈറ്റ്. ലൽ എന്ന് പറഞ്ഞാൽ രാത്രി ഉറക്കാൻ വേണ്ടിയിട്ടുള്ള പാട്ടാണ് പറയുന്നത്. അപ്പം ഞാൻ രാത്രി പാവയ്ക്ക് എന്ത് ചെയ്യും? പാട്ടൊക്കെ പാടി പാവയെ ഉറക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇമാജിൻ യു ഹാഡ് എ ഡോൾ അറ്റ് ഹോം, ഹൗ ഡിഡ് യു ടേക്ക് കെയർ ഓഫ് ഇറ്റ് എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്കൊരു പാവയുണ്ടെന്ന് കരുതുക, നിങ്ങൾ അതിനെ എങ്ങനെയൊക്കെ നോക്കുമെന്ന് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ അത് സങ്കല്പിക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്താണ് ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും നമ്മളും ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അത് എഴുതുക. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എ ഡോൾസ് ജേണി, ഒരു പാവയുടെ യാത്ര. ജേണി എന്താണ്? യാത്ര. വളരെ ചെറിയൊരു സ്റ്റോറിയാണ്. അതിന് മുന്നേ മുകളിൽ കൊടുത്തേക്കുന്നതെന്ന് നോക്കാം നമുക്ക്. ഹിയർ ഈസ് ആൻ അനക്ഡോട്ട് എബൌട്ട് എ ഗേൾ ആൻഡ് ഹെർ ഡോൾ. അനക്ഡോട്ട് എന്ന് പറഞ്ഞാൽ ഷോർട്ട് സ്റ്റോറി അല്ലെങ്കിൽ ചെറിയ കഥകളെയാണ് എന്തെന്ന് പറയുന്നത്? അനക്ഡോട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഒരു പെൺകുട്ടിയുടെയും അവളുടെ പാവയുടെയും സ്റ്റോറിയാണ് പറഞ്ഞിട്ടുള്ളത്. ദ ജർമ്മൻ റൈറ്റർ ഫ്രാൻസ് കാഫ്ക പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇറ്റ്. ജർമ്മൻ റൈറ്റർ എഴുത്തുകാരനായിട്ടുള്ള ഫ്രാൻസ് കാഫ്കയ്ക്ക് ഒരു പ്രധാനപ്പെട്ട റോളുണ്ട് ഈ സ്റ്റോറിയിൽ. ഇറ്റ് ഹാസ് ആൾസോ അപ്പിയർഡ് ഇൻ ഹിസ് ബയോഗ്രഫി. ഇത് അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി എന്താണ്? ജീവചരിത്രം. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പം നമുക്ക് സ്റ്റോറി നോക്കാം. എ ഡോൾസ് ജേണി, പാവയുടെ യാത്ര. It was a Saturday afternoon. Kafka was walking through a park in Berlin. He met a girl who was crying because she had lost her favorite doll. Kafka joined her in searching for the doll unsuccessfully. He consoled her. He also promised her that he would meet her the next day to continue looking for the doll. The next day they met at the park in the evening. It was a Saturday afternoon. ഒരു സാറ്റർഡേ ആഫ്റ്റർനൂൺ ആണ്. കാഫ്ക വാസ് വാക്കിംഗ് ത്രൂ എ പാർക്ക് ഇൻ ബെർലിൻ. ബെർലിൻ എന്ന് പറയുന്ന സ്ഥലത്ത് പാർക്കിൽ കൂടെ ആര് നടക്കുകയാണ്? കാഫ്കയാണ് നമ്മുടെ ഓതർ. ഹി മെറ്റ് എ ഗേൾ ഹു വാസ് ക്രൈയിങ് ബിക്കോസ് ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ ഫേവറേറ്റ് ഡോൾ. അദ്ദേഹം ഒരു പെൺകുട്ടിയെ കണ്ടു. എങ്ങനെയുള്ള പെൺകുട്ടിയെ? കരയുന്ന പെൺകുട്ടിയെ കണ്ടു. എന്തിനാണ് അവൾ കരയുന്നത്? ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ ഫേവറേറ്റ് ഡോൾ. അവളുടെ പ്രിയപ്പെട്ട പാവ അവൾക്ക് നഷ്ടമായി. കാഫ്ക ജോയിൻഡ് ഹെർ ഇൻ സെർച്ചിങ് ഫോർ ദ ഡോൾ അൺസക്സസ്ഫുള്ളി. കാഫ്ക എന്ത് ചെയ്തു? അവളോടൊപ്പം ജോയിൻ ചെയ്തു. എന്തിന്? സെർച്ച് ചെയ്യാൻ തിരയുക. കാണാതെ പോയ പാവയെ തിരയാൻ വേണ്ടി അവളോടൊപ്പം ജോയിൻ ചെയ്തു. പക്ഷെ എന്താണ്? ഡോൾ അൺസക്സസ്ഫുള്ളി. ആ തിരച്ചിൽ ഫലം കണ്ടോ? ഇല്ല, അത് ഫലം കണ്ടില്ല.
ഹി കൺസോൾഡ് ഹെർ, അദ്ദേഹം എന്ത് ചെയ്തു, അവളെ സമാധാനിപ്പിച്ചു. കൺസോൾഡ് എന്ന് പറഞ്ഞാൽ സമാധാനിപ്പിക്കുക. ഹി ആൾസോ പ്രോമിസ്ഡ് ഹെർ ദാറ്റ് ഹി വുഡ് മീറ്റ് ഹെർ ദ നെക്സ്റ്റ് ഡേ ടു കണ്ടിന്യൂ ലുക്കിംഗ് ഫോർ ദ ഡോൾ. അതുപോലെ അവൾക്ക് പ്രോമിസ് കൊടുക്കുകയും ചെയ്തു, എന്ത്, നാളെ രാവിലെ വന്ന് നമുക്ക് ആ പാവയെ കണ്ടെത്താമെന്ന് പ്രോമിസ് കൊടുക്കുകയും ചെയ്തു. ദ നെക്സ്റ്റ് ഡേ ദേ മെറ്റ് അറ്റ് ദ പാർക്ക് ഇൻ ദ ഈവനിങ്. അടുത്ത ദിവസവും അവരെന്ത്, വൈകുന്നേരം ആ പാർക്കിൽ കണ്ടുമുട്ടി. ഇനി സെക്കൻഡ് പാരഗ്രാഫ്. ആഫ്റ്റർ സെർച്ചിങ് ഫോർ സം ടൈം കാഫ്ക പ്രിറ്റൻഡഡ് ദാറ്റ് ഹി ഹാഡ് ഫൗണ്ട് എ ലെറ്റർ അണ്ടർ എ ബെഞ്ച് ഇൻ ദ പാർക്ക്. ഹി ഗേവ് ദ ലെറ്റർ ടു ദ ഗേൾ. കാഫ്ക ഹാഡ് പ്രിപ്പയർഡ് ദ ലെറ്റർ വിച്ച് വാസ് മീൻ ടു ബി ഫ്രം ദ ഡോൾ. ഡോണ്ട് വറി അബൌട്ട് മീ, the letter said. I am on a trip around the world. It is really exciting. I will tell you everything when I am back. എന്താണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? ആഫ്റ്റർ സെർച്ചിങ് ഫോർ സം ടൈം, കുറച്ച് സമയത്തെ പരിശോധനയ്ക്ക് ശേഷം, കാഫ്ക പ്രിറ്റൻഡഡ് എന്ന് പറഞ്ഞാൽ അഭിനയിക്കുക. കാഫ്ക എന്ത് ചെയ്യാണ്, അഭിനയിക്കുകയാണ്. എങ്ങനെ? ദാറ്റ് ഹി ഹാഡ് ഫൗണ്ട് എ ലെറ്റർ അണ്ടർ എ ബെഞ്ച് ഇൻ ദ പാർക്ക്. ആ പാർക്കിലുള്ള ബെഞ്ചിൻ്റെ അടിയിൽ നിന്ന് ഒരു കത്ത് കിട്ടിയതായിട്ട് കാഫ്ക അഭിനയിക്കുകയാണ്. ഹി ഗേവ് ദ ലെറ്റർ ടു ദ ഗേൾ. ആ ലെറ്റർ ആർക്ക് കൊടുത്തു? ആ ബെഞ്ചിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയ ലെറ്ററായിട്ട് ആ പെൺകുട്ടിക്ക് കൊടുത്തു. കാഫ്ക ഹാഡ് പ്രിപ്പയർഡ് ദ ലെറ്റർ. പക്ഷെ ആ ലെറ്റർ ആരായിരുന്നു എഴുതിയിരുന്നത്? കാഫ്ക എഴുതിയിരുന്നതായിരുന്നു. വിച്ച് വാസ് മീൻ ടു ബി ഫ്രം ദ ഡോൾ. ഡോള് പറയുന്നതായിട്ട് ആ ലെറ്റർ ആരാണ് അവിടെ എഴുതി വെച്ചത്? കാഫ്കയാണ് എഴുതി വെച്ചത്. അപ്പോൾ ആ കത്തിൽ എന്തുവാ പറയുന്നത്? ഡോണ്ട് വറി അബൌട്ട് മീ, ദ ലെറ്റർ സെഡ്. എന്നെപ്പറ്റി ഓർത്ത് നീ വിഷമിക്കേണ്ട, കത്തിൽ പറയുകയാണ്. അതാണ് കത്തിലുള്ള ഉള്ളടക്കം. ഐ ആം ഓൺ എ ട്രിപ്പ് അറൗണ്ട് ദ വേൾഡ്. ഞാൻ എന്ത് ചെയ്യാണ്? ഒരു യാത്ര പോയിരിക്കുകയാണ്. എവിടെ? അറൗണ്ട് ദ വേൾഡ്, ഈ ലോകം ചുറ്റി കാണാൻ വേണ്ടി. ഇറ്റ് ഈസ് റിയലി എക്സൈറ്റിംഗ്. എന്താണ്? വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയുന്നത്, ഈ ലോകം ചുറ്റി കാണുക എന്ന് പറയുന്നത്. ഐ വിൽ ടെൽ യു എവറിത്തിങ് വെൻ ഐ ആം ബാക്ക്. ഞാൻ എല്ലാം നിന്നോട് പറയാം, ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ എല്ലാം എന്ത് ചെയ്യാം, നിന്നോട് പറയാം എന്ന് പറയാം. ഇനി സെക്കൻഡ് പേജ്. The girl continued to receive letters from the doll. She wrote about her adventures in detail. The letters delighted the girl. This went on for some time, but Kafka noticed that the girl was becoming moody as days passed. She badly wanted her doll to come back, and Kafka felt that he could not make up letters indefinitely. Finally, he found a way out. എന്ത് ചെയ്യാണ്? ദ ഗേൾ കണ്ടിന്യൂ ടു റിസീവ് ലെറ്റേഴ്സ് ഫ്രം ദ ഡോൾ. അവൾക്ക് എന്ത് ചെയ്തു? ആ പാവയിൽ നിന്നുള്ള കത്തുകൾ സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടേയിരുന്നു. ഷീ റോട്ട് അബൌട്ട് ഹെർ അഡ്വഞ്ചേഴ്സ് ഇൻ ഡീറ്റെയിൽ. അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാഹസികത. ഇവിടെ ഷീ എന്ന് പറഞ്ഞേക്കുന്നത് ആ പാവയാണ് കേട്ടോ. ആ പാവ എന്ത് ചെയ്യാണ്? ആ യാത്രയുടെ സാഹസികതയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും? കത്തിൽ എഴുതിയിരിക്കും. പക്ഷേ കത്ത് ആരാ എഴുതുന്നത്? നമ്മുടെ റൈറ്ററായിട്ടുള്ള കാഫ്കയാണ്. ദ ലെറ്റേഴ്സ് ഡിലൈറ്റഡ് ഇൻ ദ ഗേൾ. ഡിലൈറ്റഡ് എന്ന് പറഞ്ഞാൽ സന്തോഷവതിയാക്കുക. ആ ലെറ്റർ ആരെ സന്തോഷവതിയാക്കി? നമ്മുടെ പെൺകുട്ടിയെ വളരെ സന്തോഷവതിയാക്കി. ദിസ് വെൻറ്റ് ഓൺ ഫോർ സം ടൈം, ബട്ട് കാഫ്ക നോട്ടീസ് ദാറ്റ് ദ ഗേൾ വാസ് ബിക്കമിങ് മൂഡി ആസ് ഡേയ്സ് പാസ്ഡ്. ഈ സമയം കഴിയും തോറും കാഫ്ക എന്ത് മനസ്സിലാക്കി? ഈ കുട്ടി വളരെയധികം മൂടിയാണ്, അല്ലെങ്കിൽ അവൾക്കൊരു സന്തോഷം ഇല്ല എന്ന് ആര് മനസ്സിലാക്കി? കാഫ്ക മനസ്സിലാക്കി. ഷീ ബാഡ്ലി വാണ്ടഡ് ഹെർ ഡോൾ ടു കം ബാക്ക്. അവൾ എന്താഗ്രഹിക്കുന്നു? ആ പാവ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു. ആൻഡ് കാഫ്ക ഫെൽറ്റ് ദാറ്റ് ഹീ കുഡ് നോട്ട് മേക്ക് അപ്പ് ലെറ്റേഴ്സ് ഇൻഡിഫിനിറ്റ്ലി. എന്താണ്? അവസാനം വരെ ഈ ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എന്താണ്? നടക്കുന്ന കാര്യമാണോ? അല്ല. അതുകൊണ്ട് ഫൈനലി ഹീ ഫൗണ്ട് എ വേ ഔട്ട്. അവസാനം അദ്ദേഹം ഒരു വഴി കണ്ടെത്തി. ലാസ്റ്റ് പാരഗ്രാഫ്. There were no letters for some days. Then one day Kafka told the girl that the doll was engaged to be married. He had met her while on a trip to another part of the country. Kafka also told her that she had even introduced him to the young man she was going to marry. She was worried that she could not write letters for some time. She promised that she would be writing as soon as the preparations for the wedding were over. There were no letters for some days. എന്താണ് ആ വഴി? കുറച്ച് ദിവസത്തേക്ക് കത്തുകളെ ഉണ്ടായിരുന്നില്ല. Then one day Kafka told the girl that the doll was engaged to be married. ഒരു ദിവസം കാഫ്ക പെൺകുട്ടിയോട് പറഞ്ഞു, എന്താണ്? ആ പാവയുടെ എന്തായി? കല്യാണം ആയി.
ഹി ഹാഡ് മെറ്റ് ഹെർ വൈൽ ഓൺ എ ട്രിപ്പ് ടു അനദർ പാർട്ട് ഓഫ് ദ കൺട്രി. അദ്ദേഹം ആരെ കണ്ടു? ഈ പാവക്കുട്ടിയെ കണ്ടു. എവിടെ വെച്ച്? ആ പാവക്കുട്ടി മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോകുന്ന വഴി ആരെ കണ്ടു? കാഫ്കയെ കണ്ടു എന്ന്. കാഫ്ക ആൾസോ ടോൾഡ് ഹെർ ദാറ്റ് ഷീ ഹാഡ് എവൻ ഇൻട്രൊഡ്യൂസ്ഡ് ഹിം ടു ദ യങ് മാൻ ഷീ വാസ് ഗോയിങ് ടു മാരി. കാഫ്ക പിന്നെ പറയണം എന്താണ്? കാഫ്കയെ പരിചയപ്പെടുത്തി കൊടുത്തു. കാഫ്കയെ പരിചയപ്പെടുത്തി ആരെ? ആ പാവക്കുട്ടി കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ കാഫ്കയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു എന്ന് പറയാണ്. ഷീ വാസ് സോറി ദാറ്റ് ഷീ കുഡ് നോട്ട് റൈറ്റ് ലെറ്റേഴ്സ് ഫോർ സം ടൈം. അതുപോലെ ആരോട് സോറിയും പറയാൻ പറഞ്ഞു? നമ്മുടെ പെൺകുട്ടിയോട് സോറിയും പറയാൻ പറഞ്ഞു. എന്തിനാണ്? ഇപ്പോൾ ലെറ്റർ ഒന്നും എഴുതാൻ കഴിയാത്തതിന്. ഷീ പ്രോമിസ് ദാറ്റ് ഷീ വുഡ് ബി റൈറ്റിംഗ് ആസ് സൂൺ ആസ് ദ പ്രിപ്പറേഷൻ ഫോർ ദ വെഡ്ഡിങ് വെയർ ഓവർ. വെഡ്ഡിങ്ങിൻ്റെ ഈ പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉറപ്പായിട്ടും ലെറ്റർ എഴുതുമെന്ന് അവളോട് പറയാനും പറഞ്ഞുവെന്ന് പറയുകയാണ്. ഇനി ലാസ്റ്റ് രണ്ട് ലൈൻ നോക്കിക്കേ. ദ ഗേൾ വാസ് ഹാപ്പി ടു ഹിയർ ഫ്രം ഹെർ ഡോൾ ബട്ട് ഷീ വണ്ടേർഡ് വെൻ ഷീ വുഡ് ബി ഏബിൾ ടു സീ ഹെർ അഗെയിൻ. എന്താണ്? ദ ഗേൾ വാസ് ഹാപ്പി ടു ഹിയർ ഫ്രം ഹെർ ഡോൾ. ഇത്രയും അവളുടെ പാവക്കുട്ടിയിൽ നിന്ന് കേട്ടപ്പോൾ ആർക്ക് സന്തോഷമായി? ആ പെൺകുട്ടിക്ക് വളരെയധികം സന്തോഷമായി. ബട്ട് ഷീ വണ്ടേർഡ് വെൻ ഷീ വുഡ് ബി ഏബിൾ ടു സീ ഹെർ അഗെയിൻ. പക്ഷെ അവളെ അത്ഭുതപ്പെടുത്തി. എന്ത്? ഇനി എനിക്ക് ആ പാവക്കുട്ടിയെ കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാണ്? ആ ഒരു ചോദ്യം അവളിൽ ഉണരുകയാണ്. അപ്പോൾ ഈ സ്റ്റോറി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇത്രേ ഉള്ളൂ സ്റ്റോറി. അപ്പം ഒരു എൻഡിങ്, നമ്മൾ സാധാ സ്റ്റോറി പഠിക്കും പോലുള്ള ഒരു എൻഡിങ് എന്തിനില്ല? ഈ സ്റ്റോറിക്കില്ല. അപ്പം നമുക്ക് ഇമാജിൻ ചെയ്യാം, ആ പാവക്കുട്ടി തിരിച്ചു വരുമോ അല്ലെങ്കിൽ തിരിച്ചു വരത്തില്ലേ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇമാജിൻ ചെയ്യാനായിട്ട് പറ്റും ഈ പാഠം പഠിച്ച് കഴിയുമ്പോൾ. അപ്പം ലാസ്റ്റ് പാർട്ടെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സ്വയമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ ഓരോ ഇമാജിനേഷൻസ് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പം ഇത്രേ ഉള്ളൂ ഈ സ്റ്റോറി. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ മറ്റുള്ള കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്